അനിൽ അയിരൂരിൻ്റെ ബിഗ് ടി വി എടുത്ത നിലപാട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, അമ്മയിലെ വിഴുപ്പലക്കൽ തൽക്കാലത്തേക്ക് സംപ്രേഷണം ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റു ചാനലുകളൊക്കെ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, റിപ്പോർട്ടർ ആയിക്കോട്ടെ, തകൃതിയായിട്ട് ആരൊക്കെ രാജിവെച്ചു, എന്താണ് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബിഗ് ടി വി അത് ചർച്ച ചെയ്യാനില്ല. വളരെ ഗംഭീരമായിട്ടുള്ളൊരു നിലപാടായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശരിക്കും എന്താണ് അമ്മയിൽ നടക്കുന്നത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ. അത് കാണുമ്പോൾ, അമ്മയുടെ വിഷയം കാണുമ്പോൾ, ഈ നമ്മൾ വൈകുന്നേരം കാണുന്ന സീരിയലുകളില്ലേ, ആ സീരിയലുകളൊക്കെ കാണുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ താങ്കൾ പറഞ്ഞുകൊണ്ട് സീരിയലുകൾ അപമാനിക്കരുത്. കാരണം സീരിയലുകൾ ഇതിനേക്കാൾ ബെറ്റർ ആണെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ. കാരണം ഞാൻ 2-3 മിനിറ്റ് കാണാൻ നോക്കിയിട്ട് പോലും എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായില്ല സീരിയൽ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. AMM എന്ന് പറഞ്ഞ സംഘടനയാണ്. ഞാനിതിനെ അമ്മയെന്നൊന്നും വിളിക്കാൻ തയ്യാറല്ല. അമ്മ എന്നൊക്കെ ഉള്ളത് വളരെ മനോഹരമായൊരു പദമാണ്. അതുകൊണ്ട് AMM എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്, അതായത് സംഘടന എന്ന് പോലും നമ്മൾ വിളിക്കാനില്ല, ജസ്റ്റ് ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബിൽ അവർ പല കളികളും കളിക്കും, ക്യാരംസ് കളിക്കും, ചെസ്സ് കളിക്കും, അതുപോലെ തന്നെ കൂട്ടുചേർന്നിരിക്കും, അവിടെ നിന്ന് വെള്ളമൊക്കെ അടിക്കും എന്ന് പറയുന്ന പോലെയുള്ള ഒരു ക്ലബ്ബായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. പുതിയ അപ്ഡേറ്റ് എന്താണ്? പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്വേതാ മേനോനൊക്കെ അവിടെ പ്രസിഡൻ്റ് ആയിരുന്നു. അതുപോലെ വനിതകളെല്ലാവരെയും കൂടി അവർ വെച്ചിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ റിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. അവർ റിസൈൻ ചെയ്തപ്പോൾ ഏതാണ്ട് റിസൈൻ ചെയ്തു എന്ന് മാത്രമല്ല, അതിലേറ്റവും നമ്മളെ ഞെട്ടിക്കുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരിൽ പലരും പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചിരിക്കുന്നു AMM. അത് AMM വലിയ നഷ്ടമുണ്ടാകും. ആകെ 503 പേരായിട്ടേ ഉള്ളൂ. ഇപ്പോൾ 6-7 പേരും കൂടി പ്രാഥമിക അംഗത്വം രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രാജിവെച്ചതിൽ ഒന്ന് ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോൻ പറയുന്നത് കുറ്റാരോപിതരുടെ കൈകളിലേക്ക് വീണ്ടും AMM പോകുന്നു എന്നുള്ളതാണ്. എനിക്കിത് കേട്ടപോലെ ചിരിയാൾ തോന്നി. കാരണം എന്താ വെച്ചാൽ, AMM എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് ശ്വേതാ മേനോൻ ചാർജ് എടുക്കുമ്പോൾ അവർ പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടിയടക്കം എല്ലാവരെയും ഞങ്ങൾ തിരികെ കൊണ്ടുവരുമെന്നാണ്. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല, AMM പഴയ പോലെ തന്നെയാണ്, ആക്രമിക്കപ്പെട്ട നടിയല്ല, ആരെയും തിരികെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഇനി ഇവരാരും തിരികെ കൊണ്ടുവരുമെന്നുള്ള പ്രശ്നത്തിലാണ്. പിന്നെ കുറച്ചുകൂടി കടത്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി പ്രിയ പറഞ്ഞേക്കുന്നത്. ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിറ്റക് സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള 2020 പെരുമ്പാവൂരിൽ മത്സരിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ചെറിയൊരു കുഴപ്പം അവിടെ ഉണ്ടായി. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് മറ്റേ വോട്ടേഴ്സ് പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടായില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റമാണ്, അവരുടെ കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി അവർ പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് ഒരുപക്ഷെ ഇറങ്ങുമായിരിക്കും. കാരണം അവരും AMMയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതോ 1-2 നടിമാരുടെയൊക്കെ പേരവർ പറഞ്ഞിട്ടുണ്ട്, ഏതോ ആലപ്പുഴയിലോ ഇവിടെയൊക്കെയുള്ള നടിമാർ. അവരൊന്നും മരിച്ചാൽ പോലും തനിക്ക് വേണ്ടി റീത്ത് വെക്കാനോ അല്ലെങ്കിൽ കണ്ണീരണിയാനോ പോലും വീട്ടിലേക്ക് വരരുത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് നമ്മൾ എടുത്താൽ മതി. പിന്നെ ഇതിനിടയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇതേവരെ വെച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, 3 മാസം മുമ്പ് തന്നെ ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലിനെ പിടിച്ച് പുറത്താക്കിയത്. ഈ ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന കക്ഷിക്കെതിരെ അവിടെയുള്ള ഒരു അതുല്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്നെ പരാതി കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഓഫീസ് ജീവനക്കാരിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ശിവപാലിനെ അവിടെ നിന്ന് ആദ്യം അതുല്യയെ പുറത്താക്കി. പിന്നെ അതുല്യയെ നമ്മുടെ ഇവർ തിരിച്ചെടുത്തുകൊണ്ട്, നമ്മുടെ ശ്വേതാ മേനോൻ തിരിച്ചെടുത്തുകൊണ്ട് ഇവരെ പുറത്താക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇപ്പം നമ്മുടെ രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള ഒരു അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നു. ഇതിനിടയിൽ മറ്റെന്തോ സംഭവം കേട്ടായിരുന്നല്ലോ, എന്താണ് മറ്റേ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു പേര് അൻസിബ. അവരെന്തോ മതം മാറ്റാൻ ശ്രമിച്ചു ടിനി ടോമിന്റെ, അതെന്തായി? അതൊക്കെ ഈ ടിനി ടോമിൻ്റെയൊക്കെ വേഷം കെട്ടാണ്. കാരണം അങ്ങനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും അയാളുടെ മകനും ഒക്കെ ഉണ്ട്. അവർ 2 പേരും വന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഭാഗ്യത്തിന് ഈ അൻസിബ ഹസൻ്റെ ഭാഗ്യത്തിന് അവർ പുറത്തു വന്നിട്ട് 2 പേരും പറഞ്ഞു ഞങ്ങളങ്ങനെ മതം മാറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ 2 പേരും സെറ്റിലേക്കായിരുന്നു. അപ്പോൾ അൻസിബ നോമ്പെടുക്കുകയായിരുന്നു. സ്വാഭാവികം. അൻസിബ നോമ്പെടുത്തപ്പോൾ ഈ പറയുന്ന പയ്യൻ, ഈ നമ്മുടെ ടിനി ടോമിൻ്റെ ഡ്രൈവറോ അതോ വേറെ ഇതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനോ ആരാണ്ടും അവരും നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പേര് നോമ്പെടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഗൗതത്തിന് അറിയുമെന്ന് അറിയില്ല. ഈ സെറ്റിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോസിപ്പുകൾ ഉണ്ടാകാൻ അധികം സമയം വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 പേരും നോമ്പെടുക്കുന്നു എന്നപ്പോഴാണ് ഇവനെ മതം മാറ്റാൻ പോകുന്നു എന്നൊക്കെ എന്ത് ചെയ്ത് പറഞ്ഞത്. അതിനിടയിൽ ഗോസിപ്പ് എന്ന് പറയുമ്പോഴേ ശ്വേതാ മേനോൻ എന്താണ് ഡൈവോഴ്സ് ആയി എന്ന് കേട്ടല്ലോ, മറ്റൊരു വിവാഹത്തിന്. അറിയില്ല. അല്ല, ഞാൻ ഗോസിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് കേട്ടു, കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. അതായത് ശ്വേതാ മേനോന് ഇപ്പൊ 2ാമത് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭർത്താവിനെയും ഉപേക്ഷിച്ച്
ഇപ്പം മറ്റൊരാൾക്കായിട്ട് അടുത്താണ് 3-4 മാസത്തിനുള്ളിൽ അവരുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് എന്താ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോസിപ്പ് കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. തെറ്റില്ലല്ലേ, ഒരു വിപ്ലവം അവരുണ്ടാക്കാൻ പോവുകയാണെന്ന്. അതിലൊന്നും ഇപ്പൊ തെറ്റൊന്നുമില്ല. അതൊക്കെ ഇപ്പൊ അവരുടെ വ്യക്തിപരമായ സച്ചിന്റെ ഭാര്യ അച്ഛനേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. അഭിഷേക് ബച്ചൻ്റെ ഭാര്യ അഭിഷേക് ബച്ചനേക്കാൾ 1 വയസ്സ് കൂടുതലാണ്. അപ്പം അതിലൊന്നും തെറ്റില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നേരെ തിരിച്ചു ആകാം. അതൊക്കെ വളരെ വിശാലമായ അർത്ഥത്തിൽ എടുത്താൽ മതി. അതിപ്പോൾ ഗൗതത്തിനൊക്കെ അങ്ങനെ പ്രണയിക്കാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പറയും. അല്ലാതെ അതിലൊന്നും നമ്മൾ കെറിവിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമില്ല, അതൊക്കെ വിട്ടേക്കാം. പക്ഷേ ഹേമമ്മ എന്ന് പറഞ്ഞാൽ ശ്വേതാ മേനോനെ കല്യാണം കഴിക്കണമെന്ന് പലർക്കും ഇപ്പോഴും ആഗ്രഹം ഉണ്ടാവും, സിനിമ ഇൻഡസ്ട്രിയിലാണ്. അല്ല, ചിലപ്പോൾ അല്ലാത്തവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് പോട്ടെ. കാരണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ പല സിനിമകളൊക്കെ കണ്ടിട്ടൊക്കെ ആളുകൾക്ക് ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നും തെറ്റൊന്നുമില്ല. ശ്വേതാ മേനോനല്ലേ, അപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ശ്വേതാ മേനോൻ്റെയൊക്കെ അവർ വെറുതെ സ്പെക്സും വെച്ച് വലിയ ഷോ ഇറക്കി ഇങ്ങോട്ട് വന്ന് എന്തൊക്കെയോ ഡയലോഗ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹേമമ്മ എന്ന് പറഞ്ഞ ക്ലബ്ബ്, ശരിക്കും പറഞ്ഞാൽ ക്ലബിനെ കുറിച്ചുള്ള ഒരു വാർത്തയും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടക്കൂല. കാരണം നമ്മുടെ ഇവിടെയുള്ള ഞരമ്പന്മാർക്ക് ഈ വീഡിയോ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊതുസമൂഹത്തിൽ എങ്ങനെ ബാധിക്കുന്നത്? ഇവരെന്തെങ്കിലും അല്ല, അതാണ് ബിഗ് ടി വി പറഞ്ഞേക്കണം. അല്ല, ഇവരെന്തെങ്കിലും പണ്ടാരടങ്ങട്ടെ. അല്ല, ബിഗ് ടി വി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇസ്രായേലും ഇറാനും ഒക്കെ തമ്മിൽ ഉണ്ടായപ്പോഴേ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ഒരു ബോംബ് അമ്മയുടെ ഓഫീസിൻ്റെ മുകളിലിട്ട് അതാണ് വേറെ പോട്ടെ പുല്ലി. കാരണം എന്തായാലും അന്താരാഷ്ട്ര കുറ്റവാളികളാണ്. അത് ഇതും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, തീർക്കാതെ വെച്ചാൽ അതുപോലെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം പറയേണ്ടത് ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം എന്താ അറിയോ, ഇതിനകത്ത് വലിയ പണമുണ്ട്. ഈ പണം ഇല്ലെങ്കിൽ ഈ സംഘടനയിലൊന്നും ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. മനസ്സിലായി? പണം, ഇതിനകത്ത് വലിയ തോതിലുള്ള പണമുണ്ട്. ആ പണം ഉള്ളത് കൊണ്ട് ഇവർ പാലക്കാട് പോയതിന് 1.5 ലക്ഷം രൂപ ചിലവ്, ട്രിവാൻഡ്രത്ത് പോയതിന് 2 ലക്ഷം രൂപ ചിലവ്, ഇങ്ങനെ വലിയ ചിലവുകളാണ് ഇവർ എഴുതിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി മറ്റേ സരയു എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ആ സരയുവിൻ്റെ ഭർത്താവ് എന്തോ ഒരു പ്രോഗ്രാം ചെയ്തതിന് 2.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് ഇതിന് ചില്ലറ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇത് അവിടെ നിൽക്കുന്നത്. ഇല്ലാതെ ഇതിനകത്ത് വേറെ കഥയോ കവിതയോ ഒന്നുമില്ല. ചെറിയ ജനത്തിനെ ബാധിക്കുന്ന കാര്യമില്ല. ഇത് ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ, നമ്മുടെ ഇവിടെയുള്ള കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. ശരിക്കും അവരുടെ, ഞാനൊരാളോട് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞായിരുന്നു, എനിക്കൊരാൾ ഒരു 5 കോടി രൂപ വന്നാൽ പോലും എനിക്ക് ആ പണി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെന്താ പണിയെന്ന് വെച്ചാൽ എനിക്ക് അറിയോ, ഇവർ ഈ നടിമാര് വന്നിട്ട് പോകുന്നതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ പകർത്തല. അത് കുഴപ്പമില്ല, അത് പിന്നെ കുഴപ്പമില്ല, പോട്ടെ, അത് നല്ല കാര്യം, പോട്ടെ എന്ന് വിചാരിക്കാം. ഇവർ ചില നടികളുടെയൊക്കെ ബാക്ക് ഭാഗം മാത്രം ഇങ്ങനെ ഹണി റോസിന്റെ അല്ല ഹണി റോസ് അല്ല, ഞാൻ പറഞ്ഞ പല നടികളുടെ എടുക്കും. എടുത്തിട്ട് എന്താ വെച്ചാൽ താഴെയുള്ള കമന്റ് എന്താണെന്ന് അറിയാൻ പോയിട്ടാ, ഈ സുന്ദരിയായ നടിയെ നിങ്ങളിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരും ഇതിന് കമന്റ് ചെയ്യില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല, മറ്റേ ദൃശ്യത്തില് അഭിനയിച്ച ഇളയ കുട്ടിയുടെ പേര് എന്തായിരുന്നു, മോഹൻലാലിന്റെ എന്തോ എസ്റ്റർ അനിലിനെ ഇതേപോലെ എന്താണ് ആരോ ഒരാൾ വീഡിയോ, അവർ കാറ് കയറുമ്പോൾ അവരൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, ഈ ആംഗിളിൽ എടുക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായി. അപ്പോൾ ഇവർ കാറ് കയറുന്നത് ആ ആംഗിളിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരാൾ കാറിന് മുകളിലോ മണ്ടയിലാറ്റം കയറി ക്യാമറ പൊക്കി വെച്ചിട്ട് എടുക്കാൻ ശ്രമിച്ചു. ഇവരയാളെ താഴത്തിറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പല ആംഗിളുകളിൽ ഇപ്പം പലതും മറച്ചു വെച്ചിട്ടൊക്കെ ഇപ്പം കാറിലും ഇതിലൊക്കെ ഈ സെലിബ്രിറ്റികൾക്ക് കയറാൻ പറ്റുന്നുള്ളൂ. അല്ല, ആ സൂക്കേടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സഹിക്കുക. നല്ല വള്ളിച്ചൂരലിൽ അടിയിട്ടിയാൽ മാറേണ്ട സൂക്കേടാണ്. ഗൗതത്തിനോട് ഞാൻ പറഞ്ഞു വന്നാൽ അതുപോലുമല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഈ നാട്ടിലെ രോഗികൾ എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സോഷ്യൽ മീഡിയ ഒക്കെ മതി. ആ സോഷ്യൽ മീഡിയയിൽ പല നടികളുടെയും ബാക്ക് മാത്രം എടുത്ത് കാണിച്ചെത്തിക്കുന്നു, കൊടുക്കുന്നു. എന്നിട്ട് ഒരു ഷോട്ട് ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് വീഡിയോ ആണ് കൊടുക്കണം. അതിൻ്റെ കൊടുത്തിട്ട് താഴെ എഴുതി വെച്ചേക്കണത് നിങ്ങളിൽ എത്ര പേർക്ക് ഈ നടിയെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും പറയാൻ ഞാനൊരു തവണ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് എനിക്ക് നടിയെ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ അതിൻ്റെ കമൻറ്റ് താഴെ വായിച്ചു നോക്കുമ്പോഴല്ല, 1 മണിക്കൂർ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് 150-200 കമൻറ്റാണ് വന്നേക്കണത്. എന്താണെന്നറിയോ, ഈ നടിയുടെ പേരും പറഞ്ഞു. അതായത് നടിയുടെ ബാക്ക് സൈഡ് കണ്ടാൽ മതി എന്ന് ഞാൻ തിരിച്ചറിയാൻ. അത്തരത്തിലുള്ള ഞരമ്പുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ വീഡിയോകൾ ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, മരണ വീട്ടിലേക്ക് വരുന്ന രംഗം നോക്കിക്കോ. എല്ലാ നടിമാര് വന്നത് ഒരു വീഡിയോ എടുത്തിട്ട് മറ്റേ പച്ചക്കൊയിൽ, നീലക്കൊയിൽ, മഞ്ഞക്കൊയിൽ, മറ്റേ ഊളക്കൊയിൽ എന്നൊക്കെ പറഞ്ഞ് പല കൊയിലിൻ്റെ വീഡിയോ എടുത്താൽ ഇടുകയാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഗൗതം ഈ പറയുന്ന ഒരു അവിഞ്ഞ 500 പേരിൽ താഴെയുള്ള ഒരു ക്ലബിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഈ മാധ്യമങ്ങൾ നടക്കുന്നത്. സത്യത്തിൽ എനിക്ക് ബിഗ് ടി വിയോട് ആദ്യമായിട്ട് ബഹുമാനം തോന്നി. എനിക്ക് അവരോട് വലിയ പുച്ഛമായിരുന്നു. ആ പുച്ഛം എന്താണെന്ന് അറിയാമോ, പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഒരു മാനേജിങ് എഡിറ്ററൊക്കെ നിൽക്കണുണ്ടപ്പോൾ എനിക്ക് വലിയ പുച്ഛം തോന്നി. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല.
കാരണം എന്താ വെച്ചാൽ ഈ ഒരു നിലപാടെങ്കിലും ജോഷി കുര്യനും, ഞാൻ ആദ്യം വിചാരിച്ച് സത്യം പറഞ്ഞാൽ ജോഷിനെ വിളിച്ചിരുന്നു. ജോഷിനെ വിളിച്ചപ്പോൾ ഓഫീസ് നമ്പറിലാണ് വിളിച്ചത്. അതുകൊണ്ട് പഴയ ഏഷ്യാനെറ്റിലെ ഷിജുവാണ് എടുത്ത്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജോഷിയോട് സത്യമാണെന്നറിയാം. കാരണം ഇങ്ങനെ ആരും ചെയ്യൂല സാധാരണ, കാരണം റീച്ച് കിട്ടുന്ന പരിപാടിയാണിത്. അപ്പോൾ പിന്നീട് ഞാൻ നോക്കുമ്പോൾ പ്രവീണയുടെ ഇതിലും ഒക്കെ തന്നെ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഈ പോസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭാഗ്യം. ഈ നിലപാട് എല്ലാവരും എടുത്താൽ ഈ മാലിന്യത്തെ അഹങ്കാരം കുറച്ച് ഈ മാലിന്യത്തെ കൊണ്ടുള്ള പ്രശ്നം. അതെ അതെ അതെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാര മാധ്യമങ്ങളും ബിഗ് ടി വി എടുത്ത മാതൃകാപരമായ നിലപാട് കൈക്കൊള്ളേണ്ടതാണ്. കാരണം എന്തിനാണ് ഇവർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞായ്മയും കുശുമ്പും ഒക്കെ ജനങ്ങളെ അറിയിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടാനുള്ളത്? നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്? അയ്യോ ഗൗതം, ഈ കുഞ്ഞായ്മ കുശുമ്പ് എന്നൊക്കെ പറയുന്ന ഗൗതം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഗൗതം ഇവരുടെ ഒരുപാട് വോയിസ് ക്ലിപ്പുകളുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്ത് ചർച്ച ചെയ്യുകയോ ആരെങ്കിലും തമ്മിൽ അടിയുണ്ടാവുകയോ തെറി വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നേരത്തെ അദ്ദേഹം മറ്റേ ഒരു ചാനലിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ ചില ചെറിയ പരിപാടിയെ കാണിച്ച് നിന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള യൂട്യൂബ് ചാനലാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. ആ സംപ്രേഷണം ചെയ്യുന്ന അയാളുടെയൊക്കെ ഒരു ലെവലുണ്ട്, നമുക്ക് കണ്ടാൽ ചിരി വരും. ഏതാണ്ട് AMMയുടെ പ്രശ്നം ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റേ കടലിടുക്കിനെയൊക്കെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണെന്നുള്ളതൊക്കെ പുള്ളി അവതരിപ്പിക്കണം. അപ്പോൾ മറ്റേ അൻസിബയുടെ പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലേ, ചർച്ച ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ മറ്റേ ഇത് എന്ത് ചെയ്യുന്നില്ലേ, ശ്വേതാ മേനോൻ മറ്റേ EC കൂടിയിട്ട് എന്താണ് തീരുമാനം എന്നൊക്കെ ചോദിക്കണം. ആർക്കിവിടെ എന്ത്? ഈ ബിഗ് ടി വി എഴുതി വെച്ചേക്കണ ഏറ്റവും വലിയൊരു സ്റ്റാൻഡുണ്ട് താഴെ എഴുതി വെച്ചേക്കണം. അതെന്താണെന്നറിയാമോ? ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്നാണ്. ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ വേറെ ഉണ്ടെന്നാണ്. പിന്നെ ഇതിലൊക്കെ ആരൊക്കെയാണ് വന്നത്? ഈ മാല പാർവതി, അതുപോലെ ബാബുരാജി, ഇതുപോലെയുള്ള ആളുകളൊക്കെയാണ് വന്നത്. കമ്മൽ പാർവതി, മാലയോ കമ്മലോ മോതിരം പാർവതി. എനിക്ക് തോന്നുന്നതേ ഇത് യഥാർത്ഥത്തിൽ ഇവർക്കൊരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി തീർക്കുക. ഇവർക്ക് പബ്ലിസിറ്റി കിട്ടാനാണ്. കാരണം ഇവർക്ക് ആർക്കും വലിയ പണിയില്ല. അല്ലാതെ മാല പാർവതിയൊക്കെ ഞാൻ ഗൗതത്തിനോട് പറയട്ടെ, ഈ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആഗ്രഹം, ഈ AMMയുടെ ഓഫീസിലേക്ക് വരാത്ത ഒരാളുണ്ട്. ആരാന്നറിയാം? പുള്ളിയുടെ ചെരുപ്പ് പോലും ഇതേവരെ അത് കണ്ടിട്ടില്ല. ആരാ? പൃഥ്വിരാജ്. പുള്ളിക്ക് വേറെ പണിയുണ്ട്, മനസ്സിലായ? നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ആസിഫ് അലി വരാറില്ല. കുഞ്ചാക്കോ ബോബൻ സാധാരണ വല്ല പരിപാടിക്ക് വന്നാലേ, അല്ലാതെ വരാറില്ല. ഒരു പരിപാടിക്ക് വരാറില്ല. ഇതങ്ങനെയല്ല. ഇത് ഇവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ്. ഞാനൊരു ഇടയിലെ തൃശ്ശൂർ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇപ്പോൾ കുക്കു പരമേശ്വരനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കു ഒക്കെ അന്ന് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് മറ്റേ ഒരു പരിപാടി. കുക്കു ഒക്കെ വന്നേക്കണേ ഇതിന്റെ ചെലവിലാണ്. അതായത് AMMA ഒരു ബിഗ് ബോസ് ആവുകയാണ്. അത് നമ്മൾ പറയരുത്, അതിനേക്കാൾ തറയാം. അത് ഞാൻ സീരിയസ്ലി പറയണേ. താങ്കൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേ ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ മാലാ പാർവതിയുടെ അവരൊരു ആക്ടിവിസ്റ്റ് ആകാനും ശ്രമിക്കുകയാണ്, അറ്റ് ദ സെയിം ടൈം നടിയാകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു തവണത്തെ കമൻ്റ് ഉണ്ട്. അതായത് ഒരു തവണ തരൂ എന്നായിട്ട് ആരോ ചോദിച്ചിരുന്നു, ഒരു പെൺകുട്ടിയുടെ. അപ്പോൾ അവർ പറയണത് അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ, തരുമെങ്കിൽ തരൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ. ഏത് വിശാലമായ അർത്ഥത്തിൽ അതിനെ കണ്ടാൽ പോരെ. ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യം ഉണ്ടോന്നൊക്കെ വരും. അപ്പം ഇതുപോലെയൊക്കെയുള്ള കുറേ ആനപാർവതി അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇപ്പം ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാം, ഇവരുടെ ഇതിൽ 67 ലക്ഷം രൂപയുടെ കണക്കിലിപ്പോൾ. അല്ല, ഞാൻ ടോട്ടലി ഇപ്പോൾ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. എന്താണ് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അമ്മയിൽ നടക്കുന്നത്? പുതിയ അപ്ഡേറ്റ് പ്രകാരം സൊല്യൂഷൻ എന്താണ്? പരിഹാരം എന്താണ്? AMMയിൽ നടക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഇവർ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഈ AMMA എന്ന് പറഞ്ഞ പ്രസ്ഥാനം ആകെ നാണം കെട്ട് അടിമുടി തകർന്ന് തരിപ്പടോ ചെയ്യുന്നത്. അപ്പോൾ ഇവരൊരു ബുദ്ധി കാണിച്ചു. ആ ബുദ്ധിയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം. ആ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ, ഇവർ യാതൊരുവിധ ഇതിന് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് ഉറപ്പുള്ള കുറേ പേരെ ഇവർ കണ്ടെടുപ്പിച്ച് ഇവർ ആ സാധനം അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പം സമൂഹത്തിലല്ല എല്ലാവരും പറയും ഇവരെക്കാൾ എത്ര ഭേദമായിരുന്നു. ഞാനും ഗൗതമൊക്കെ കണ്ടുപിടിക്കണ്ട എന്ന് പറഞ്ഞാൽ, ഗൗതത്തിന് പകരം ഇവിടെ ഒരാളെ കൊടുക്കണമെന്ന് ഒരു ദിവസം പറയുമ്പോൾ ഗൗതത്തിന് അറിയാവുന്ന ഏറ്റവും മോശപ്പെട്ട ആളെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ പ്രേക്ഷകർ പറയും ആ ഗൗതം എത്ര ഭേദം വരുന്നു പറയും. മനസ്സിലായി? എനിക്ക് പകരം വളരെ മോശപ്പെട്ട ഒരാൾ ഇവിടെ വന്നിരുന്ന 10 ദിവസം കഴിയുമ്പോൾ അവർ പറയാ രതീഷ് ചക്രപാണി എത്ര ഭേദം വരുന്നു പറയും. അതേപോലെ ഇവർ കൊണ്ടുവച്ചതിന് ശേഷം 34 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഇവരെ പിരിച്ചുവിട്ടു. ഇനിയിപ്പോൾ പഴയ ആളുകളൊക്കെ തന്നെ വീണ്ടും വരും. രമേഷ് പിഷാരുടെ നേതൃത്വത്തിൽ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പുതിയ പഴയ പോലെ തന്നെ മിസ്റ്റർ ഇടവേള ബാബുവും അതുപോലെ ഇടവേള ഇല്ലാത്ത ബാബുമാരും ഒക്കെ വന്ന് അവിടെ ഭരിക്കും. ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവരെ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്. ശ്വേതാ മേനോൻ പറയുന്നത് ദല്ലാളെന്തോ പറഞ്ഞിടുന്നത് 2 കോടി ചോദിച്ചാൽ 2 കോടി കിട്ടിയെന്നാണ്. ചില ആളുകളൊക്കെ ആരോപണം ഉന്നയിക്കുന്നത്, നമുക്കറിയില്ല ശരിയാണോ എന്ന്. ഈ ദല്ലാളെന്തോ പറഞ്ഞു ശ്വേതാ മേനോനായിട്ട് ബോംബെയിൽ വെച്ച് പരിചയമുണ്ടെന്നും അവിടെ പല ബിസിനസ്സുകൾ ഇവർക്കുണ്ടെന്നും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്.
എന്തായാലും നമുക്ക് നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം, ശ്വേതാ മേനോന്റെ മൂന്നാമത് വിവാഹം, ആ വിവാഹം നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഗോസിപ്പ് പ്രചരിക്കുന്നുണ്ട്. അതൊരു ഗോസിപ്പാണ്. അത് ഗോസിപ്പ് ഒരു യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും, ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് കോൾമയർ കൊല്ലുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ശ്വേതാ മേനോൻ ഡൈവോഴ്സ് ആവുന്നു, അവർ മൂന്നാമത് വിവാഹം കഴിക്കുന്നു എന്നുള്ളത്. അല്ല, അങ്ങനെ ഉണ്ട്, എനിക്കറിയില്ല, വ്യക്തിപരമായ കാര്യമാണ്, അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ AMMയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചിരിക്കുന്നു. AMMയ്ക്ക് വലിയ നഷ്ടമാണ്.